ചില വ്യക്തികൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അകലുമോ, അല്ലെങ്കിൽ അവരുടെ ഈ കൂട്ടുകെട്ട് ലോകാവസാനം വരെ നിലനിൽക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ബൈബിൾ പ്രവചന ശാസ്ത്രപരമായിട്ട് ഇതിന് ഒരു ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ വെളിപാടിൻ്റെയൊക്കെ പിടിച്ച് പറയുമ്പോൾ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള കൂട്ടുകെട്ട് ലോകാവസാനം വരെ നിലനിൽക്കുന്നില്ല. ഏതാണ്ട് 1956 ശേഷം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള കൂട്ടുകെട്ട് വിട്ടുപോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം അവർക്കൊരു ഇസ്രായേലിന് എപ്പോഴും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട അവരെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുന്ന അത്രയും കാലം മാത്രമേ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ അവർ സൗഹൃദത്തിലായിരിക്കുകയുള്ളൂ. അതിന് ഇപ്പോൾ ഏറ്റവും പറ്റുന്ന രാജ്യം അമേരിക്കയുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണെന്ന് അവർക്കറിയാം. പക്ഷേ ആ കാലഘട്ടം 2056 ആകുമ്പോഴേക്കൊക്കെ ആ കാലഘട്ടമൊക്കെ മാറിപ്പോകും. അന്നേരേക്കും സാധിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റൊരു രാജ്യത്ത്, ലോകത്തിലെ മറ്റൊരു രാജ്യത്തുമായിട്ട് അവർ സൗഹൃദത്തിലാവും. അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ഒരു സാമ്പത്തികമായിട്ടുള്ള കഴിവുകളൊക്കെ അവർ പൂർണ്ണമായി ആ രാജ്യത്തിന് നൽകിയിട്ട് ആ രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് ബൈബിൾ പ്രവചനങ്ങളിലൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ രാജ്യം ഏതാണെന്ന് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരിക്കൽ അതിനെക്കുറിച്ചൊരു വിശാലമായ വീഡിയോ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.